ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലെ ഒരു രാവിലെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നെയ്പ്പത്തലും മുട്ടക്കറിയും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ മാവ് കൊടുക്കുന്ന സമയത്ത് ശ്രീകുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് തലേന്നേ അറിയായിരുന്നു ഇനി ഇതാണ് ചായക്ക് കടിയെന്ന്. ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാവൊക്കെ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഒരു 3-4 പ്രാവശ്യം നെയ്പ്പത്തലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നിക്കൽ കളരിക്ക് പുറത്തല്ല ആശാന നെഞ്ചത്ത് എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടാവല്. എങ്ങനെയായാലും പിള്ളേർ തിന്നോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഇലയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മളെ പത്തലിന് വേണ്ടിയിട്ടുള്ളത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നേ, ഇപ്പം ക്ലൈമറ്റൊക്കെ മാറിയിട്ടിതാ മഴ വരുന്നുണ്ട്. ഇന്നലെ അലക്കി വെച്ച തുണിയൊന്നും ഉണങ്ങിയിട്ടുമില്ല. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്, നമുക്കിത് ഇട്ട് കൊടുക്കാം. അയ്യോ ഇത് കിട്ടുന്നില്ലല്ലോ. ഇതാക്കണ്ട, ഇപ്പം എൻ്റെ നെയ്പ്പത്തൽ അത്യാവശ്യം പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ എടുക്കുന്നത്? അത് പഴയതല്ലേ, വീണതല്ലോ. ആറുസ് ഇപ്പൊ എഴുന്നേറ്റ് വന്നു കേട്ടാ. വിശക്കുന്നില്ലേ പാറു? എന്നാ പല്ലേച്ചിട്ട് ആട്ടാ, അപ്പത്തേക്ക് കറിയല്ലാവേ. വേഗം പോയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം. ചൂടായ എണ്ണയിൽ 2 ഗ്രാമ്പു, 1 ഏലക്കായ, 1 കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുത്ത ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് വെള്ളവും ചേർത്ത് കുറച്ച് ലൂസാക്കി എടുക്കുക. പിന്നെ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് ഇടുക. പിന്നെ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ച മുട്ടയും കൂടെ കഷ്ണാക്കിയിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ ഈ കറിയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇന്നും ഇതന്നെ മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞേട്ടാ. ഇപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. ഒന്ന് ചിക്കൻ മേടിക്കാൻ പോകണം. ഉച്ചക്കത്തേക്ക് ചിക്കനും നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിക്കുന്നത്. രാവിലെ തന്നെ നല്ലൊരു മഴയെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തൊന്നും പോകാൻ കഴിയില്ല, മഴ നിൽക്കൂലെന്ന്. പക്ഷെ കുറച്ചൊരു തെളിച്ചം കാണുന്നുണ്ട്. വേഗം ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോയിട്ട് വരട്ടെട്ടാ. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഞാനല്ലേ പാറുവിൻ്റെ മുടി കെട്ടി കൊടുത്ത് നോക്കുമ്പോൾ ക്ലിപ്പോ ബുഷോ ഒന്നും കാണുന്നില്ല. അത് പരതി നടക്കലാണ് കേട്ടോ. അധികവും എനിക്ക് പറ്റുന്നൊരു പണിയാണിത്. എവിടെയാണ് അഴിച്ചു വെച്ചതെന്ന് ഒരു ഓർമ്മയുണ്ടാവില്ല. എനിക്കും ഉണ്ടാവില്ല, അവൾക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇതന്നെയാണ് സ്ഥിരം വീട്ടിൽ നടക്കുന്ന കാഴ്ച. അപ്പോൾ ഏതായാലും മഴയൊക്കെ കുറച്ച് മാറി നിന്നിട്ടുണ്ട്, കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുണിയും കൂടെ കഴുകിയിട്ടിട്ട് കടയിൽ പോകാമെന്നാണ് വിചാരിച്ചത്.
ഇനിയിപ്പോൾ സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ഒരുപാട് സമയമായി. 11 മണി 12 മണിയായി ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലി, 2 പട്ട, 2 ഏലക്കായ, അങ്ങനെ 3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇതും കൂടെ ഞാൻ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ കൂടെ അങ്ങനെ അമ്മ കൊണ്ടുവന്നെ. ഇതിലാണ് നമ്മൾ പാല് കാച്ചിയത് വീട്ടിൽ കൂടെ. പിന്നെ അതിന് ശേഷം നമ്മളിത് എടുത്തിട്ടില്ല, ഇത് ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചു, കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇനിയിപ്പം ചിക്കനിലോട്ടേക്ക് വേണ്ടുന്ന ഉള്ളി വഴറ്റുമെന്ന്. അപ്പോൾ ശ്രീകുട്ടന് നല്ലോണം വിശന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടുണ്ട്. സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ അത് വഴന്ന് വരുന്നതിലിടയ്ക്ക് നമുക്ക് ഇനി ആ ചിക്കനും കൂടെ പൊരിക്കാമെന്ന് വെച്ച് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 കൂടെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലിട്ട് കൊടുത്ത്. അപ്പോൾ എണ്ണ ഏതായാലും ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കനും കൂടെ അവിടെ പൊരിക്കാൻ വെക്കാം. അപ്പോൾ എൻ്റെ കറിയൊക്കെ തയ്യാറായി. അപ്പുറത്ത് അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അച്ഛനും കുറച്ച് കറിയൊക്കെ കൊടുത്ത് തിരിച്ച് വന്നു. അപ്പോൾ സാലഡ് ശ്രീകുട്ടനാണ് ഉണ്ടാക്കിയത്. വലിയ കഷ്ണത്തിലാണ് മുറിച്ചിട്ടിട്ടുള്ളത്. ഇതാ, ഇത് ശ്രീകുട്ടൻ്റെ കാല്, എൻ്റെ കാല് എടുത്തുന്നുണ്ട്. ഇത് പാറുവിൻ്റെ കാല്. ഇതിന് കുറച്ച് വണ്ണം കൂടുതൽ. ഇതാ, രണ്ടും ഒരു കോഴീൻ്റെ കാലാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഇല്ലതാ, പിന്നെ വിളമ്പിക്കോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച്, ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോകുമ്പോൾ നമ്മൾ കവറ് കെട്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ നല്ല കാറ്റും മഴയിലും രണ്ടും അഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. വീണ്ടും വാങ്ങിക്കൊണ്ടുവന്ന് കെട്ടലാണ് നമ്മൾ. ഇത് കണ്ടില്ല നിങ്ങൾ ആരെങ്കിലും? വേണ്ട. ഇങ്ങനെ എടുത്ത് ഇത് കഴുകണം. ഇത് കഴുകിയിട്ട് തിന്നാം. ഇത് പിടിച്ചേ, ഇതാണ്. ഇത് നമ്മൾ പണ്ട് പറിച്ച് തിന്നുന്നുണ്ട്. പണ്ട് അമ്മമ്മയില്ലേ, യശോദാമ്മയില്ലേ, യശോദാമ്മേൻ്റെ വീട്ടിൻ്റെ മേലെ കുറേ ഇങ്ങനെ അണ്ടിയും മാവാണ്. അന്നേരം ഇതുപോലത്തെ നമ്മൾ പറിച്ചിട്ട് തിന്നലുണ്ട്. നിലത്തുനിന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കും, എന്നിട്ട് തിന്നും. ഇപ്പം കുറേ ആൾ ഇത് കറി വെച്ചിട്ടെല്ലാം പിന്നെ ഷോർട്സിൽ കണ്ടിനല്ലേ, വീഡിയോസിൽ. ഇടുന്ന് പിന്നെ ഷൈജോട്ടിൻ്റെ അമ്മ വെക്കലുണ്ട്. പക്ഷെ ഇതിങ്ങനെ മുള വന്നതല്ല വെക്കല്, സാധാ അണ്ടി തന്നെ പൊളന്നിട്ട് കറി വെക്കലുണ്ട്, വറുത്തരച്ചിട്ട്. നല്ല ടേസ്റ്റാണ്, ചിക്കൻ കറി പോലെ. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇല വരുന്നത്, നല്ല തളിരല. അയ്യോ, കൊതുകെല്ലാം ഉണ്ട്. ഇത് ഡെങ്കിപ്പനി വരുമോന്നറിയില്ല. അപ്പോൾ ഇതാണ് ഷൈജോട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മായി അമ്മ. അപ്പോൾ അമ്മയും പിന്നെ പെങ്ങളെ മോളും കൂടെ വയനാട്ടിൽ പോയിട്ട് വരുത്താണ്. നടുവേദന കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് തീർന്നിട്ട് അത് വാങ്ങാൻ പോയിട്ട് വരുന്നതാണ്. മരുന്ന് മേടിക്കാൻ, നടുവേദനയിലെ മരുന്ന് മേടിക്കാൻ പോയതല്ലേ. ശരി. ശ്രീകുട്ട, നീ ഉണ്ടാക്കിയ ചായ ഒറ്റക്ക് ഉണ്ടാക്കിയതാ? പാറിന്റെ കഴിച്ചെന്നാന്ന് പറയാറാ. എന്തെന്ന് ഒച്ചത്ത് പറ, അങ്ങനെയൊന്നല്ല പറയാ. ഇത് നമ്മളെ കണ്ണൂരിലെ അഭ്യാർത്ഥിക്കട്ടാ, കടല മുട്ടായി. കണ്ണൂരിലെ അഭ്യാർത്ഥിക്കട്ട എന്നെല്ലാം പറയുന്നേ. ആരാ പേരിട്ടിനൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് ഇവിടെ ബുക്സിനൊക്കെ പൊതിയിടാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ചോറ്. ഇല്ല, കുളിച്ചിട്ട് പൊതിയിടാനുണ്ട് തെച്ചും കേക്ക് മാറോ. അപ്പൊ ശ്രീകുട്ടൻ നല്ല ചായ തടിക്കുന്ന തിരക്കാണ്. കട്ടൻ ചായയാണ് കേട്ടോ, പാല് വാങ്ങാൻ മറന്നുപോയി. അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം. നമ്മൾ നാളെ രാവിലെ തന്നെ പോകും. ഇവരെ സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും.
അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാമെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.